പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തുമോ എന്നതിൽ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. പ്രചാരണം നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നതാണ് വിവരം. വൻ പരാജയത്തിൽ നേതൃമാറ്റ ആവശ്യമുയരുന്നതിനിടെ സിപിഎം സിപിഐ നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടരുകയാണ്. നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന സിപിഐ നേതാക്കളും രംഗത്ത് വന്നു. ഭരിക്കുന്നവരോടുള്ള വിരോധം, പാർട്ടികളോടുള്ള വിരോധം അണികളിലും അനുഭാവികളിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാതെ ശ്രദ്ധിക്കാതെ ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന ഒരു നിലയെടുക്കുന്നൊരവസ്ഥ പലരിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം എന്ന് ഈ പാർട്ടി അനുഭാവികളും അണികളും തീരുമാനിച്ചതാണ് ഈ തിരഞ്ഞെടുപ്പ് ഒഴിക്ക് കാരണം. അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. 1980 ഇടതുമുന്നണി ഉണ്ടായതിനു ശേഷം ഇത്രത്തോളം വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളൊരു കാലമുണ്ടായിട്ടില്ല. അതിൻ്റെ എല്ലാം ഗുണം ഇടുക്കിയിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിമാർ ഇടുക്കിയിൽ ജയിച്ചു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജനങ്ങളുടെ യജമാനന്മാരായി പാർട്ടി നേതാക്കന്മാർ മാറിയാൽ അവർക്കത് പൊറുക്കാൻ കഴിയില്ല, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും. അതുകൊണ്ട് സീറ്റിൻ്റെ എണ്ണം പ്രശ്നമല്ല, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച് തുറന്ന ചർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. പാർട്ടി വോട്ടുകൾ, അതായത് അടിയുറച്ച പാർട്ടി കോട്ടകളിൽ പോലും പാർട്ടി വോട്ടുകൾ കിട്ടുന്നില്ല. അത് വലിയ വിമർശനം സാധാരണക്കാരായ ജനങ്ങൾ ഇത് ചോദിക്കുന്നു. കത്തെഴുതുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഈ വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും അത് റാഡിക്കലായ മാറ്റമല്ല എന്നൊക്കെ പറയുന്നത് ആശാസ്യമല്ല. അതിനൊരു കാരണം കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തണം, അത് പരിശോധിക്കണം, അത് പരിഹരിക്കണം. അപ്പോൾ ഏത് രീതിയിലാണ് ഈ തുറന്ന ചർച്ചകൾ നടക്കുന്നത് അവിടെ? കൃഷ്ണ, സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് CPIM-നും CPIM നയിക്കുന്ന LDF-നും ഉണ്ടായത്. 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ UDF അധികാരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ പാർട്ടി കോട്ടകൾ പോലും തകർന്നു വീണ കാഴ്ചയാണ് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കണക്കുകൾ വെച്ചുള്ള പരിശോധനയും ചർച്ചയുമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായി നേതാക്കൾ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച തുറന്ന ഒരു ചർച്ചയ്ക്കും വിമർശനത്തിനും തയ്യാറായി തുടങ്ങി എന്നുള്ളതിന്റെ സൂചനകളാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. വൈകുന്നേരം 4 മണിക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പരാജയ കാരണങ്ങൾ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ മാധ്യമങ്ങളോട് പറയുമെന്നാണ് സൂചന. എന്തായാലും പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ വിരുദ്ധ പിണറായി വിജയൻ വിരുദ്ധ തരംഗം എന്നുള്ള വിലയിരുത്തൽ പല കോണുകളിലുമുണ്ട്. അതിനോട് ഉതകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പാർട്ടി ഒരു അപകടാവസ്ഥയിലാണ് എന്ന കാര്യം നേതൃത്വം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തുറന്ന ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ശുഭോദർക്കമായ വിവരമാണ് സെക്രട്ടറി യോഗത്തിൽ നിന്ന് വരുന്നതെന്നാണ് നേതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ചർച്ച തുടരുകയാണ്. 3 മണിക്ക് വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. അതോടൊപ്പം തന്നെ ശ്രീജിത്ത്, നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന CPI നേതാക്കൾ രംഗത്ത് വരുന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. അവർ പരസ്യമായി തന്നെ ഈ പ്രശ്നങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ CPIയുടെ നേതൃയോഗങ്ങളും ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടരുകയാണല്ലോ. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? CPIയുടെ നേതൃയോഗങ്ങൾ രാവിലെ സെക്രട്ടറി യോഗമാണ്. അത് ഉച്ചയോടുകൂടി അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നത്. കുറച്ചുകൂടി വിശദമായ ചർച്ച നടക്കാൻ പോകുന്നത് എക്സിക്യൂട്ടീവിലാണ്. എക്സിക്യൂട്ടീവാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CPIയുടെ നേതൃസമിതി എന്ന് പറയുന്നത്. എന്തായാലും CPIക്ക് 25 സീറ്റിൽ മത്സരിച്ച് 8 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. 2001 ശേഷമുള്ള ഏറ്റവും കനത്ത പരാജയമാണ് CPI നേരിടുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അതുകൊണ്ട് തന്നെ വളരെ വിമർശനപരമായ ഒരു ചർച്ച CPIയിലും നടക്കും. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുന്നതിൽ CPIM-ന്റെ നിശ്ചയിച്ച ദിശയിലേക്ക് തന്നെ മൊത്തം കാര്യങ്ങളെ വിട്ടുകൊടുത്തതിന്റെ പോരായ്മ, ഇതൊക്കെ CPIയുടെ നേതൃയോഗങ്ങളിൽ ചർച്ചാ വിഷയമാകും. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള വിമർശനത്തിനും സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.